ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകൾക്കെതിരെ ചുമത്തിയത് ജാമ്യമില്ലാ വകുപ്പുകൾ. നിർബന്ധിത മതപരിവർത്തനം, മനുഷ്യക്കടത്ത് ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് സിസ്റ്റർ പ്രീതി മേരി, സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് എന്നിവർക്കെതിരെ ചുമത്തിയത്. അതേസമയം ഇന്ന് ജാമ്യാപേക്ഷ നൽകേണ്ട എന്നാണ് സഭയുടെ തീരുമാനം. ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ഉള്ള 2 കന്യാസ്ത്രീകളും ദുർഗ് സെൻട്രൽ ജയിലിലാണ്. ഛത്തീസ്ഗഡിലെ ദുർഗിൽ നിന്ന് അജീഷ് ജയകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. റെയിൽവേ പോലീസിന്റെ പരാതിയിലാണ് കന്യാസ്ത്രീകൾക്കെതിരെ പോലീസ് കേസെടുത്തത്. നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമം, മനുഷ്യക്കടത്ത് എന്നീ കുറ്റങ്ങളാണ് ഇരുവർക്കുമെതിരെ ചുമത്തിയത്. ഇവരെ കൂടാതെ പെൺകുട്ടികൾക്കൊപ്പം വന്ന സഹോദരനെയും പോലീസ് 3ാം പ്രതിയായി ചേർത്തിട്ടുണ്ട്. പെൺകുട്ടികളെ പ്രലോഭിപ്പിച്ച് മതം മാറ്റുകയായിരുന്നു കന്യാസ്ത്രീകളുടെ ലക്ഷ്യമെന്ന് എഫ്ഐആറിൽ പറയുന്നു. നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള കന്യാസ്ത്രീകൾ ദുർഗ് സെൻട്രൽ ജയിലിലാണുള്ളത്. കന്യാസ്ത്രീകൾക്കൊപ്പമുണ്ടായിരുന്ന പെൺകുട്ടികളെ പ്രത്യേക കേന്ദ്രത്തിലേക്ക് മാറ്റിയിരുന്നു. ഇതിലൊരാൾ കന്യാസ്ത്രീകൾക്കെതിരെ മൊഴി നൽകിയിട്ടുണ്ട്. ഇത് ബജ്രംഗദൾ പ്രവർത്തകരുടെ ഭീഷണിയെ തുടർന്നെന്നാണ് സഭ ആരോപിക്കുന്നത്. അങ്ങനെയോ അവര് മറ്റുള്ളവരെ അറിയുകയും അവരെ ഒരുമിച്ച് വലിയ സംഖ്യയിൽ ബജ്രംഗദൾ പ്രവർത്തകർ വന്ന് ഇവരെ കൊണ്ടുപോയി വളരെ പോലീസുകാരെ ഫോഴ്സ് ചെലുത്തി അവരുടെ മുമ്പിൽ വിചാരണ ചെയ്യുകയും ചെയ്യുകയാണ് ഇത്. ജാമ്യാപേക്ഷ ഇന്ന് നൽകേണ്ട എന്നാണ് സഭാ പ്രതിനിധികളുടെ തീരുമാനം. യുവതികളുടെയും മാതാപിതാക്കളുടെയും മൊഴി വിവരങ്ങൾ പരിശോധിച്ച ശേഷം ജാമ്യാപേക്ഷ നൽകിയാൽ മതിയെന്നാണ് സന്യാസ സമൂഹത്തിന്റെ തീരുമാനം. സർക്കാർ സംരക്ഷണയിൽ കഴിയുന്ന യുവതികളെ മാതാപിതാക്കൾക്കൊപ്പം സ്വന്തം ഗ്രാമത്തിലേക്ക് പോലീസ് തിരിച്ചയക്കും. വെള്ളിയാഴ്ചയാണ് നാരായൺപൂരിൽ നിന്ന് ആഗ്രയിലേക്ക് പോകാൻ ദുർഗ് റെയിൽവേ സ്റ്റേഷനിലെത്തിയ കന്യാസ്ത്രീകളെ ബജ്രംഗദൾ പ്രവർത്തകർ തടഞ്ഞുവെച്ച് പോലീസിനെ ഏൽപ്പിച്ചത്. കന്യാസ്ത്രീകളുടെ അറസ്റ്റിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമ്പോഴും ബജ്രംഗദൾ പ്രവർത്തകരുടെ ഭീഷണിയിൽ പെൺകുട്ടികളും അവരുടെ മാതാപിതാക്കളും മൊഴി മാറ്റുമോ എന്ന ആശങ്കയാണ് സഭയ്ക്കുള്ളത്. ദുർഗിൽ നിന്നും ജിജീന്ദ്രനൊപ്പം അജീഷ് ജയകുമാർ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.